ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഐഷാർട്ട് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിലെ ഒരു മനോഹരമായ ഗ്രാമപ്രദേശത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കാപ്പിമല എന്നാണ് പേര്. സോ കാപ്പിമല വാട്ടർഫോൾസ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ സുപരിചിതമായ ഒരു സ്പേസും കൂടിയാണല്ലോ. കണ്ണൂർ ജില്ലയിൽ നിന്നാകുമ്പോൾ ഏകദേശം 55 to 65 കിലോമീറ്റർ ദൂരെയാണ് ഈ കാപ്പിമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാപ്പിമലയിലോട്ട് പോകുന്ന വഴിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനും ആ പ്രകൃതി എന്ന് പറഞ്ഞ സംഭവം അതങ്ങ് മൊത്തത്തിൽ അടിപൊളിയാട്ടോ. പിന്നെ നല്ല ചൂടുള്ള പപ്സൊക്കെ കഴിച്ച് നല്ല അടിപൊളി കുറേ പള്ളികൾ കണ്ടു. നമ്മൾ ആലക്കോട് ഒരുപാട് ചേർച്ച് ഉണ്ട്. പിന്നെ കാപ്പിമലയെക്കുറിച്ച് പറയുവാണെങ്കിൽ മഴക്കാലത്ത് അതിശക്തമായിട്ടുള്ള വെള്ളമാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് അതിശക്തമായിട്ടാണ് വെള്ളത്തിൻ്റെ ഫോഴ്സിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് കാപ്പിമലയിൽ പോവുക, സേഫായിട്ട് എൻജോയ് ചെയ്യുക, തിരിച്ച് വരിക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ എൻജോയ് ചെയ്യുക. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. പ്രത്യേക ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കഴിക്കാനും നല്ലൊരു ടീ, നല്ല ചൂടുള്ള പഴംപൊരി, അതുപോലെ കാപ്പി കാര്യങ്ങൾ, പിന്നെ മാഗി, അതുപോലെ നമുക്ക് അത്യാവശ്യം കഴിക്കും. ഉച്ചഭക്ഷണമാണെങ്കിലും കഴിക്കാൻ അവിടെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കതൊരു നല്ല സ്പേസുള്ള ടോയ്ലറ്റും കൂടെ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവിടുന്ന് കുളിക്കുകയും ചെയ്യാം. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ട് എല്ലാവരും പോവുക. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം ഓഫ് കോഴ്സ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഡ്രസ്സ് മാറ്റാനുള്ള സ്പേസ് ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ കുറച്ചധികം നടക്കാനുണ്ട്. കുറച്ചധികം പറഞ്ഞാൽ ഒരു 3 നമുക്ക് താഴെയുണ്ട് വെള്ളം കാണാൻ. പിന്നെ ഒരു 3 സെക്ഷനായിട്ട് ഇത് ഈ കാണുന്നത് അങ്ങനെ ഒരു 3 കട്ടായിട്ട് നമുക്ക് കയറാനുണ്ട്. കയറുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെ കുത്തി നടക്കുന്ന കുടയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. സോ ഫാമിലിയായിട്ട് വരിക, എൻജോയ് ചെയ്യുക.